ഇറ്റ്സ് സാഡ് ഫോർ ക്രിസ്ത്യാനോ ആൻഡ് പോർച്ചുഗൽ ഫാൻസ്. എന്തായിരുന്നു എത്രയും വലിയ മിഡ്ഫീൽഡാണ്, കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട്, അവർ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ല. മിഡ്ഫീൽഡ് ആണെങ്കിൽ വേറെ വഴിക്ക് ബാക്ക് പാസ് ബാക്ക് പാസ് ബാക്ക് പാസ് കണ്ടു നിന്ന സ്വന്തം ടീമിന്റെ ആരാധകർക്ക് പോലും ഒന്ന് കിളിപാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. റോബർട്ടോ മാർട്ടിനസ് ആണെങ്കിലും ആളുടെ കോച്ചിങ് തീരെ പോരാ. അത് കണ്ട് എന്താ പറയാ, പോർച്ചുഗൽ ഫാൻസ് വളരെയേറെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. ആളുടെ ടാക്ടിക്കലി വെരി വെരി ബാഡ് എന്ന് വേണമെങ്കിൽ പറയാം. അണ്ണനാണെങ്കിലും ഒരുപാട് ചാൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കിട്ടിയ 2 ചാൻസുകളും പുള്ളി അടിപൊളിയായിട്ട് തന്നെ പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും കാരണം പുള്ളിയൊന്നുമല്ല, പക്ഷെ സ്റ്റിൽ അണ്ണനെ കൊണ്ട് വയ്യാതായിട്ടുണ്ട്. അത് ടീം എന്തായാലും മനസ്സിലാക്കേണ്ടതാണ്. പുള്ളിയുടെ ഈ ഒരു ഫിനിഷിംഗ് ടച്ച് ഒക്കെ പോയിട്ടുണ്ട് ടോട്ടലി. പക്ഷെ അണ്ണനെ വിമർശിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് നമുക്കറിയാം നിലവിലൊന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ല. എല്ലാത്തിനും പുള്ളിയുടെ പുറകിൽ നിൽക്കാനും എല്ലാത്തിനൊക്കെ പറ്റിയിട്ടുള്ളൂ. സോ സ്റ്റിൽ ഹെൻറി ഒട്ടും വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു താരങ്ങൾ റാഫേൽ ലിയാവോ ഒക്കെ ആണെങ്കിൽ ഇറങ്ങിയിട്ട് എന്താണ് ആള് ചെയ്തിരുന്നത് വെച്ചത്, വെറുതെ വേസ്റ്റ് ആയിട്ട് ബോൾ ലൂസ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും TV ഓഫ് ചെയ്ത് കളയാൻ തോന്നും. അത്രയും ഒരു വൃത്തികെട്ട പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. ഫെലിക്സ് അല്ല, നെവസിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആ ഒരു ആശ്വാസ ഗോൾ. ആദ്യത്തെ 8 മിനിറ്റിൽ അടിച്ച ഒരു ഗോള്, അതിനുശേഷം ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു വിസയുടെ വക. അതും എക്സ്ട്രാ ടൈമിൽ കിട്ടിയെന്ന് പറയാം. അതൊരു വലിയൊരു തോൽവിക്ക് സമം തന്നെയായിരുന്നു. കാരണം ഒരു കിടിലൻ ഹെഡർ തന്നെയായിരുന്നു. അതോടെ ഫാൻസ് എല്ലാം നിരാശരായിട്ടുണ്ടാവും. എന്താ പറയാ, ഈ ഒരു കളി കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഫാൻസ് വളരെ റിയലൈസ് ചെയ്ത് തുടങ്ങി അണ്ണന്റെ കളി മങ്ങി തുടങ്ങി എന്നുള്ളത്. കമ്മിങ് ബാക്ക് ടു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ആളുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആളാണ് ഈ ഒരു ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമെന്ന് ആൾ ബാക്ക് ടു ബാക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, മെസ്സിഹ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണ് പുള്ളിയുടെ ആ ഒരു ഫുട്ബോള്. ആളുടെ ഭാഗത്തു നിന്ന് ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു ആദ്യം വന്നതും. അതിനുശേഷം വന്നത് ഒരു ടാപ്പിനാണ്. പക്ഷെ ആളുടെ 2 ഗോളും എടുത്തു പറയണ്ടായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു ഗോളാണെങ്കിലും ടോപ്പ് നോച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബോക്സിന്റെ പുറത്തുനിന്നുള്ള ആ ഒരു ഫിനിഷിംഗ് ആണെങ്കിലും അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഗോൾ ആണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. ഓവറോൾ പുള്ളിയുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ അർജന്റീന അല്ല കളിച്ചത്, മെസ്സിയാണ് അൾജീരിയക്കെതിരെ കളിച്ചതെന്നുള്ളതാണ്. കാരണം ആളുടെ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ആൻഡ് സംതിങ് ഗോഡ് സിങ്സ് എപ്പോഴും ഉണ്ടാവും. കാരണം റഫറി പുള്ളിക്കെതിരെ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പുള്ളിക്ക് വേണ്ടി കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇടയിൽ ശരിയാണ്. കാരണം നെതർലാൻഡ്സിനുള്ള ഒരു മാച്ചിലൊക്കെ നമ്മൾ കണ്ടാണ്, കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിലും. ഫോർ മീ ഇറ്റ്സ് എ റെഡ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു യെല്ലോ കാർഡ് എന്തായാലും റഫറി കൊടുക്കേണ്ടതാണ്. പക്ഷെ മെസ്സിയുടെ കാര്യത്തിൽ ചില ടൈമിൽ നമുക്കറിയാം റഫറിമാർ അന്ധരായി മാറാറുണ്ട്. അത് പല ഫാൻസിനും, പ്രത്യേകിച്ച് ബ്രസീൽ ഫാൻസിന് അങ്ങോട്ട് ദഹിക്കില്ല എന്നുള്ളതാണ്. ബാക്ക് ടു ഫ്രാൻസ്, എംബാപ്പാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആളടുത്തൊരു ഗോട്ടാണ്. ടീമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ വേൾഡ് കപ്പിൽ പെർഫോമൻസ് നടത്താറുണ്ട്. ഒരു കിടിലൻ 2 ഗോൾ ഉണ്ടായിരുന്നു, ഒരു ബ്രേസ്. അതിൽ ലാസ്റ്റത്തെ ഗോള് എതിർ ടീമിലെ ആൾക്കാർ എന്തായാലും ഒന്ന് കരഞ്ഞിട്ടുണ്ടാവും എന്നാണെങ്കിൽ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഗോള്, ആ ഒരു ഫൈൻഡിങ്സ്, അതെല്ലാം കിടിലൻ തന്നെയായിരുന്നു. ഒരു കിടിലൻ ഫിനിഷിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ആ ഒരു റണ്ണാണെങ്കിലും അടിപൊളിയാണ്. ഒലീസ് എവിടെ നിന്നായാലും പുള്ളിനെ കിടിലനായിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എംബാപ്പെ ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു രണ്ടും. രണ്ടാമത്തെ ഒരു ബാങ്കറും. മൈക്കൽ ഒലീസ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ്. ആള് ക്ലബിന് വേണ്ടിയും കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ബാർക്കോളുടെ ഭാഗത്തു നിന്ന് ലാസ്റ്റ് വന്ന ഗോളും കിടിലൻ ഫിനിഷിംഗ് തന്നെയായിരുന്നു. അപ്പൊ ആരായാലും ഈ ഒരു ടീമിനെ കണ്ടൊന്ന് പേടിക്കും. അതുപോലെ തോമസ് ടുക്കേലിന്റെ ടീമാണെങ്കിലും എന്താ പറയാ, ബീസ്റ്റ് മോഡ് ആക്കിയിട്ടുണ്ട് പുള്ളി ഇംഗ്ലണ്ടിനെ. ഹാരിക്കേന്റെ ഒരു പെർഫോമൻസ്, പ്രസ്സിങ് എടുത്തു പറയണം. ബെൽഹാമിന്റെ ആ ഒരു ഫോം ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ആളൊരു മോൺസ്റ്റർ ആണെന്ന് നമുക്കറിയാം. ആ ഒരു മിഡ്ഫീൽഡ് ശരിക്കും കിടിലൻ തന്നെയാണ്. എടുത്തു പറയേണ്ട മിഡ്ഫീൽഡ് ശരിക്കും ഇംഗ്ലണ്ടിന്റെയാണ്. എലിയോട്ട് ആൻഡേഴ്സണും കൂടി വന്നോടെ കിടിലനാന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് വൺസ് അഗൈൻ റഷ്ഫോർഡ് ഈസ് ടോപ്പ് നോച്ച്.